വെള്ളക്കുപ്പികൾ ബസിന്റെ ഡ്രൈവർ സീറ്റിന് മുന്നിൽ കൂട്ടിയിട്ടതിന്റെ പേരിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ശാസിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നടപടിയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം. മന്ത്രിയുടേത് വെറും ഷോ ആയിപ്പോയെന്നാണ് കൊല്ലത്തെ സംഘടനാ നേതാവ് പ്രതികരിച്ചത്. ഇതേ പ്രതികരണം തന്നെയാണ് ഇതേക്കുറിച്ച് സംസാരിച്ച മിക്ക ഡ്രൈവർമാരും ആവർത്തിച്ചത്. ദീർഘദൂര ടൂറുകൾ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ലെന്ന് കോട്ടയത്ത് നിന്ന് ഏതാണ്ട് 9.5 മണിക്കൂർ ദൈർഘ്യമുള്ള റൂട്ടിൽ സ്ഥിരമായി പോകുന്ന ഡ്രൈവർ പറഞ്ഞു. നല്ല ചൂടല്ലേ, വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ? AC-യിൽ മാത്രം പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുമോ? ദിവസവും 3-4 കുപ്പി വെള്ളമെങ്കിലും വേണ്ടിവരും. പുലർച്ചെ 5 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് എത്തുന്നത്. 10 രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഇടത്തുനിന്ന് 3-4 കുപ്പി വാങ്ങിവെക്കുകയാണ് പതിവ്. ഒരു കുപ്പി വയ്ക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ. ബാക്കി കുപ്പികൾ മുന്നിലിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി പറയുന്നത്. ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്ക് ബസ് നിർത്തി വെള്ളം എടുക്കേണ്ടി വരും. അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഇന്നലെ ആ ഡ്രൈവർ പെരുവഴിയിൽ മന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നതും കണ്ടോ? അയാൾക്കും കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളതല്ലേ? അവർക്ക് എത്രത്തോളം വിഷമമായി കാണും. പരസ്യമായി അപമാനിക്കുമ്പോൾ ഇതൊക്കെ മന്ത്രി ഒന്ന് ആലോചിക്കണം. 9.5 മണിക്കൂർ ഓടിച്ചെല്ലുന്ന സ്ഥലത്ത് 4 മണിക്കൂർ വിശ്രമിച്ചിട്ടാണ് വൈകിട്ട് തിരിച്ചു പോരുന്നത്. 4 മണിക്കൂർ കിടക്കാൻ വാടക 100 രൂപ കൊടുക്കണം. എങ്ങനെ പോയാലും ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനുമായി 300 രൂപയെങ്കിലും ചെലവാകും. വെള്ളക്കുപ്പി വയ്ക്കുന്നത് മോശമാണെന്ന് പറയുന്നവർ ഡിപ്പോകളിൽ ജീവനക്കാർക്ക് കിടക്കാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ ദയനീയാവസ്ഥ ഉൾപ്പെടെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉൾപ്പെടെ ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥലവും റാപ്പും കണ്ടാൽ അറയ്ക്കും. ഇത്രയും അപര്യാപ്തതകൾക്കിടയിലും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് മന്ത്രിയുടെ ഷോ. സഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നും ഡ്രൈവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ആയൂരിൽ കോട്ടയം തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ് തടഞ്ഞു നിർത്തി ഗണേഷ് കുമാർ ജീവനക്കാരെ ശാസിച്ചത്. ബസിനു മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടതിനായിരുന്നു ശകാരം. ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുതെന്നും MD നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇത് ജീവനക്കാർ പാലിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി റോട്ടിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളെല്ലാ കുപ്പികളും ഉപേക്ഷിച്ചതെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും മന്ത്രി കേൾക്കാൻ തയ്യാറായില്ല. ഇന്നലെ ബസ്സിലിട്ട കുപ്പികളാണെങ്കിൽ ഇന്ന് ബസ് സർവീസ് നടത്തും മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തുവെന്നായിരുന്നു മന്ത്രിയുടെ മറുചോദ്യം.